ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രസകരമായൊരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പൂമ്പാറ്റ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാണിലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ജീവികളായ ഷഡ്പദങ്ങളെയാണ് ചിത്രശലഭങ്ങൾ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. ജന്തുലോകത്തിലെ ഏറ്റവും വലിയ ഫൈലമായ ആർത്രോപോഡയിൽ ഇൻസെക്റ്റ എന്ന വിഭാഗത്തിൽ വരുന്ന ലെപ്പിഡോപ്റ്ററ ഗോത്രത്തിലാണ് ചിത്രശലഭങ്ങളെ ശാസ്ത്രലോകം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യൻ ഭൂമിയിൽ ആവിർഭവിക്കുന്നതിന് ഏകദേശം 970 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ജുറാസിക് പീരീഡ് കാലഘട്ടത്തിലെ ഭൂമിയിൽ ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്ന ബട്ടർഫ്ലൈസിന് ഈ പേര് വരാൻ കാരണങ്ങൾ പലതാണ്. വസന്തകാലത്തും വേനൽക്കാലത്തും ബട്ടർ അല്ലെങ്കിൽ വെണ്ണ നിർമ്മിക്കുന്ന സമയത്ത് പുൽമേടുകളിൽ ബട്ടറിന്റെ അല്ലെങ്കിൽ വെണ്ണയുടെ നിറമുള്ള ഇളം മഞ്ഞ നിറത്തിൽ ശലഭങ്ങൾ പറന്നു നടന്നതിനാൽ അവയെ കൗതുകത്തോടെ വിളിച്ചതായിരിക്കാം ബട്ടർഫ്ലൈ എന്നൊരു കഥയും. മറ്റൊരിടത്ത് ചില ശലഭങ്ങൾ ബട്ടർ മിൽക്കിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനാൽ ബട്ടർ മോഷ്ടിക്കാനായി വന്ന ഇത്തരം സുന്ദരന്മാരെ അവരുടെ ഭാഷയിൽ വിളിച്ചതാകാം ബട്ടർഫ്ലൈ എന്നൊരു കഥയും പൊതുവെ ചരിത്രത്തിലുണ്ട്. പൂവുകളിലെ തേനും പൂമ്പൊടിയും മരത്തിന്റെ നീരും ചീഞ്ഞു പോകാറായ പഴങ്ങളും അഴുകിയ മാംസവും മണലിലും ചെളിയിലും മറ്റും അലിഞ്ഞു ചേർന്ന ധാതുക്കളും ഭക്ഷിക്കുന്ന ബട്ടർഫ്ലൈസ് തേനീച്ചകൾക്കൊപ്പം എത്തില്ലെങ്കിൽ പോലും പരാഗണത്തിൽ ഒരു പ്രധാന പങ്ക് ഇവയും വഹിക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ ദൂരത്തേക്ക് പൂമ്പൊടി എത്തിക്കാനുള്ള ശേഷി ഇവയ്ക്കില്ലെന്നു മാത്രം. അന്റാർട്ടിക്ക ഒഴികെ ലോകമെമ്പാടും കാണപ്പെടുന്ന ചിത്രശലഭങ്ങൾ പകൽ സമയങ്ങളിലാണ് കൂടുതലും ഊർജ്ജസ്വലരായി കാണുന്നത്. പല കാലാവസ്ഥകളിലും കാണാൻ കഴിയുന്ന ഇവയെ ചതുപ്പ് നിലങ്ങളിലും പുൽമേടുകളിലും മഴക്കാടുകളിലും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും സാധാരണയായി കണ്ടുവരാറുള്ള ഇവ ആകെ മൊത്തം 18,500 ഇനം ഉണ്ടെന്നാണ് ഗവേഷകരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ 300 വർഷത്തിലേറെയായി ഇവയുടെ പഠനങ്ങളും നടന്നുവരികയാണ്. ലെപ്പിഡോപ്റ്ററോളജി എന്നാണ് ചിത്രശലഭങ്ങളുടെ പഠനശാഖയെ അറിയപ്പെടുന്നത്. ലെപ്പിഡോപ്റ്ററിസ്റ്റ് അല്ലെങ്കിൽ ഒറീലിയൻസ് എന്നത് ലെപ്പിഡോപ്റ്ററോളജി പഠിക്കുന്ന വ്യക്തികളെ അറിയപ്പെടുന്നതുമാണ്. 6 കാലുകളുള്ളതിനാൽ ഷഡ്പദം എന്ന് വിളിക്കപ്പെടുന്ന ചിത്രശലഭത്തിന്റെ ശരീരത്തിൽ 3 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ഹെഡ് അല്ലെങ്കിൽ തലഭാഗം, തൊറാക്സ് അല്ലെങ്കിൽ നെഞ്ചുഭാഗം, അബ്ഡോമൻ അല്ലെങ്കിൽ ഉദരഭാഗം. കൂടാതെ ഒരു ജോഡി ആന്റിനയും കോമ്പൗണ്ട് ഐയും പ്രൊബോസിസ് എന്ന തുമ്പിക്കൈ പോലെ ഒരു ഭാഗവും ഇവയുടെ തലയുടെ ഭാഗത്തായി ഉറപ്പിച്ചിട്ടുണ്ട്. ആർത്രോപോഡ്സിന്റെ പൊതുഗുണമായ എക്സോസ്കെൽറ്റൻ എന്ന കട്ടിയുള്ള പുറന്തോടും 2 ജോഡി ചിറകുകളും ഇവയ്ക്കുണ്ട്. ഏകദേശം 17,000 ലെൻസ് ഇവയുടെ കോമ്പൗണ്ട് ഐയിൽ ഉണ്ടെങ്കിലും മങ്ങിയ രൂപങ്ങൾ മാത്രമായിരിക്കും ചിത്രശലഭങ്ങൾക്ക് കാണാൻ കഴിയുക. എങ്കിലും വളരെ വ്യക്തമായി നിറങ്ങൾ തിരിച്ചറിയാനും അതുവഴി അപകടഘട്ടങ്ങളെ തിരിച്ചറിഞ്ഞ് അതിവേഗം രക്ഷപ്പെടാനും ഇവയ്ക്ക് സാധിക്കുന്നു. പൊതുവെ വലിയ കണ്ണുകളും നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവും ആൺ ചിത്രശലഭങ്ങൾക്കാണ് പെൺശലഭത്തേക്കാൾ കൂടുതലായിട്ടുള്ളത്. ഇതുവഴി ഇവയ്ക്ക് പെൺശലഭത്തെ കണ്ടെത്താനും മറ്റ് ആൺശലഭങ്ങളെ അകറ്റി നിർത്താനുമാണ് സഹായിക്കുന്നത്. മണം തിരിച്ചറിയാനും പറക്കുമ്പോഴും മറ്റും ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കാനും ചിത്രശലഭങ്ങളെ സഹായിക്കുന്നത് അവയുടെ ആന്റിനയാണ്. ഇവ നിവർന്നു നിൽക്കുന്നതും അഗ്രഭാഗം ഉരുണ്ടതും എതിർലിംഗത്തെ തിരിച്ചറിയാനും ഉതകുന്നതാണ് ഈ ആന്റിനകൾ. തലയുടെ വായഭാഗത്ത് ചുരുട്ടി സൂക്ഷിക്കാറുള്ള തുമ്പിക്കൈ പോലൊരു ഭാഗമാണ് പ്രൊബോസിസ്. ഇതുപയോഗിച്ചാണ് ചിത്രശലഭങ്ങൾ പൂക്കളിൽ നിന്ന് തേനും വെള്ളം, പഴച്ചാറുകൾ, മൃഗങ്ങളുടെ വിയർപ്പ് തുടങ്ങിയ ദ്രാവകങ്ങൾ വലിച്ചു കുടിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒരു സ്ട്രോ പോലെ ഇത് പ്രവർത്തിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ചിത്രശലഭങ്ങൾക്ക് 2 ചിറകുകൾ മാത്രമുള്ളതായി തോന്നുമെങ്കിലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ 2 ജോഡി ചിറകുകൾ, അതായത് 4 ചിറകുകൾ ഉള്ളതായി കാണാൻ കഴിയും. ചിത്രശലഭങ്ങളുടെ ചിറകുകൾക്ക് UV ലൈറ്റിനെ തിരിച്ചറിയാൻ കഴിയുന്നതിനാൽ ഒരേ നിറത്തിൽപ്പെട്ട വിവിധ വർഗ്ഗങ്ങൾക്ക് അവയുടെ വർഗ്ഗത്തിൽപ്പെട്ടവരെ ഇതിലൂടെ തിരിച്ചറിയാനും സാധിക്കുന്നു. ചില ആൺ ചിത്രശലഭങ്ങളുടെ ചിറകുകൾ പ്രത്യേക ഗന്ധം സൂക്ഷിക്കുന്നതിനാൽ ഇത് പെൺശലഭങ്ങൾക്ക് ഇവയെ വേഗം മനസ്സിലാക്കാനും സാധിക്കുന്നു. ഇവയുടെ ചിറകുകൾ പറക്കാനും ഇണയെ തിരിച്ചറിയാനും മാത്രമല്ല ഉപയോഗിക്കുന്നത്. ചിറകുകളിലെ ചില പാറ്റേൺസ് ഇരപിടിയന്മാരെ ഭയപ്പെടുത്തി സൂത്രത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴി കൂടിയാണ്. എന്നാൽ മൊണാർക്ക് പോലെയുള്ള ശലഭങ്ങളിൽ വിഷവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇവയുടെ ചിറകുകളിലാണ്. ഇത് ഇരപിടിയന്മാരിൽ നിന്നും ഇവയെ സംരക്ഷിക്കാനുള്ള മറ്റൊരു തന്ത്രം കൂടിയാണ്. എന്നിരുന്നാലും ഇവയുടെ ചിറകുകൾ കാണാൻ വളരെ മനോഹരമാണ്. യഥാർത്ഥത്തിൽ ഇവയുടെ ചിറകുകൾ വളരെ സുതാര്യമാണ്. നമ്മൾ കാണുന്ന നിറങ്ങൾ അവയുടെ ചിറകിലെ ചെറിയ ചെതുമ്പലുകളിൽ സൂര്യപ്രകാശം തട്ടി പ്രതിഫലിക്കുന്നത് മൂലമാണ്. ജീവികൾ ശരീര താപനില എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ശീതരക്തമുള്ള ജീവികൾ അല്ലെങ്കിൽ എക്ടോതേംസ് എന്നും ഊഷ്മളരക്തമുള്ള ജീവികൾ അല്ലെങ്കിൽ എൻഡോതേംസ് എന്നും രണ്ടായി തിരിക്കുന്നു. ശീതരക്തമുള്ള ജീവികൾ അവയുടെ ശരീര താപനില നിയന്ത്രിക്കുന്നതിന് ബാഹ്യതാപ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നു. അതായത് ശരീര താപനില ഉയർത്താൻ അവ സൂര്യപ്രകാശം ഉപയോഗിക്കുന്നു. ഉരകങ്ങൾ, മത്സ്യങ്ങൾ, ഉഭയജീവികൾ, പ്രാണികൾ എന്നിവ ഈ ഗണത്തിൽപ്പെടുന്നവയാണ്. മറിച്ച് ഊഷ്മളരക്തമുള്ള ജീവികൾ അവയുടെ ശരീരത്തിലെ ആന്തരിക പ്രവർത്തനങ്ങളിലൂടെ താപം ഉൽപ്പാദിപ്പിക്കുകയും ചുറ്റുമുള്ള പരിസ്ഥിതിക്കനുസരിച്ച് ഇത് സ്ഥിരമായി ഒരു ആന്തരിക ശരീര താപനില നിലനിർത്തുകയും ചെയ്യുന്നു. സസ്തനികളും പക്ഷികളും ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ ഒരു വിശദീകരണത്തിൽ നിന്നും ചിത്രശലഭങ്ങൾ എന്ന പ്രാണിവർഗം തണുത്ത രക്തമുള്ള ജീവികളായതിനാൽ ഇവയ്ക്ക് പറക്കാൻ ഒരു നിശ്ചിത ശരീര താപനില ആവശ്യമായി വരികയും അതിനായി ഇവ പലപ്പോഴും ചിറകുകൾ ചൂടാക്കുന്നത് സൂര്യപ്രകാശത്തിലുമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അന്റാർട്ടിക്ക പോലെയുള്ള തണുപ്പുള്ള രാജ്യങ്ങളിൽ ബട്ടർഫ്ലൈസിനെ കാണാൻ സാധിക്കാത്തതിന്റെ കാരണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
അതായത് ഇത്രയും തണുപ്പത്ത് ശീതരക്തമുള്ള ജീവിവർഗമായ പൂമ്പാറ്റകൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല. ഇവയ്ക്ക് എപ്പോഴും ചൂട് ആവശ്യമാണ്. ഇവയുടെ കാലുകൾ കടിവശത്തായി ബ്രഷ് പോലെയുള്ള ഭാഗങ്ങളുണ്ട്. ഇതുപയോഗിച്ചാണ് ഇവ തന്റെ ആന്റിനെ വൃത്തിയാക്കുന്നത്. ഭക്ഷണത്തിന്റെ രുചി അറിയാൻ ചിത്രശലഭങ്ങളെ സഹായിക്കുന്നത് അവയുടെ കാലുകളാണ്. ഭക്ഷണം കണ്ടെത്താൻ സഹായിക്കുന്ന പ്രത്യേകം സെൻസറുകൾ ഇവയുടെ കാലിലുള്ളതിനാൽ ഭക്ഷണം ആസ്വദിക്കാനും രുചി പരീക്ഷിക്കാനുമായി ഒരു ഇലയിൽ ഇവ ക്ഷമയോടെ വിശ്രമിക്കുന്നതും കൗതുകമുണർത്തുന്ന കാഴ്ച തന്നെയാണ്. എന്നാൽ ചിത്രശലഭങ്ങളുടെ ശരീരഭാഗത്ത് എവിടെയും കുത്താൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള അവയവങ്ങളോ വിഷമോ ഇല്ല. അവ തീർത്തും നിരുപദ്രവകാരികളാണ് എന്നതിന്റെ ഉത്തമ സൂചനയാണിത്. കരയിൽ മാത്രം കാണപ്പെടുന്ന ചിത്രശലഭങ്ങൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ മാത്രമല്ല, ലോകമെമ്പാടും ഇവയെ കാണാൻ സാധിക്കുന്നു. ഭൂമധ്യരേഖയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ മുതൽ ആർട്ടിക് വൃത്തത്തിന് മുകളിലുള്ള വടക്കൻ പ്രദേശങ്ങൾ വരെയും സമുദ്രനിരപ്പ് മുതൽ 6000 മീറ്റർ അധികം ഉയരമുള്ള പർവ്വത ശിഖരങ്ങൾ വരെയും മരുഭൂമി, തണ്ണീർത്തടങ്ങൾ, പുൽമേടുകൾ, വനം, ആൽപൈൻ എന്നിവിടങ്ങളിലും ചിത്രശലഭങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. ആയുസ് വളരെ കുറവുള്ള ചിത്രശലഭങ്ങളിൽ വലിയ ഇനം 2 മാസത്തോളം ജീവിക്കുമ്പോൾ ചെറിയ ഇനം 2 മുതൽ 3 വീക്സ് മാത്രമാണ് ജീവിക്കുന്നത്. എന്നാൽ ദേശാടന ശലഭങ്ങൾ മാസങ്ങളോളം ജീവിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. സോഡിയം, മറ്റു ചില ധാതുക്കൾ എന്നിവ ചിത്രശലഭത്തിന്റെ പ്രത്യുൽപാദന പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമാണ്. ചില പൂമ്പാറ്റകൾക്ക് പൂന്തേനിലെ ഷുഗറിനേക്കാൾ കൂടുതൽ സോഡിയം ആവശ്യമായി വരുന്നതിനാൽ ഉപ്പിലെ സോഡിയം ഇവരെ ആകർഷിക്കുന്നു. അതിനാലാണ് വിയർത്തിരിക്കുന്ന മനുഷ്യരുടെ ശരീരത്തിൽ ചിത്രശലഭങ്ങൾ വന്ന് പറ്റിയിരിക്കാൻ കാരണം. ചെളിയിലും ഇവ കളിക്കുന്നത് പതിവാണ്. ഇതിന് കാരണം വിവിധ പോഷകങ്ങൾ ഇവ ചെളിയിൽ നിന്നും മറ്റും ശേഖരിക്കുന്നതിനാലാണ്. ചിത്രശലഭങ്ങളുടെ ചിറകുകൾ പോലെ മനോഹരമാണ് ഇവയുടെ 4 ദശകങ്ങളിലൂടെ പൂർണ്ണമാകുന്ന ജീവിതചക്രം. എഗ് അല്ലെങ്കിൽ മുട്ട, ശലഭപ്പുഴു അല്ലെങ്കിൽ ലാർവെ, പ്യൂപ്പ, ദെൻ ചിത്രശലഭം. പരസ്പരം കണ്ടുമുട്ടുന്ന ആൺപെൺ ചിത്രശലഭങ്ങൾ ഇണചേരലിന് ശേഷം തളിരിലകളുടെയോ മുകുളങ്ങളുടെയോ അടിഭാഗത്തായി ഇവയുടെ മുട്ടകൾ നിക്ഷേപിക്കുന്നു. തന്റെ ശരീരത്തിൽ നിന്നും ഊറിവരുന്ന പശയുള്ള ദ്രാവകം ഉപയോഗിച്ചാണ് മുട്ടകൾ ഈ ഇലകളിൽ ഒട്ടിച്ചു വെക്കുന്നത്. മുട്ടയുടെ ഉപരിതലത്തിൽ ഒരു സൂക്ഷ്മ ദ്വാരവും അവശേഷിപ്പിക്കുന്നു. വളർന്നു വരുന്ന ശലഭപ്പുഴുവിന് അല്ലെങ്കിൽ ലാർവയ്ക്ക് ആവശ്യത്തിന് വായുവും ഈർപ്പവും ഇതിലൂടെ ലഭിക്കുന്നു. ഗോളാകൃതിയിലും ദീർഘവൃത്താകൃതിയിലും കാണപ്പെടുന്ന ഇത്തരം മുട്ടകൾ 2 മുതൽ 6 ദിവസം കൊണ്ട് വിരിയുകയും വിരിഞ്ഞുണ്ടാകുന്ന ശലഭപ്പുഴുവിന്റെ ആദ്യ ഭക്ഷണം ഇവയുടെ മുട്ടയുടെ പുറന്തോട് തന്നെയാണ്. അതിനുശേഷമാണ് ഇവ ഇലകൾ ഭക്ഷിക്കുന്നത്. പൂർണ്ണ വളർച്ചയിലെത്തുന്ന ലാർവയെ ഭക്ഷണം നിർത്തുകയും സമാധിയായിരിക്കാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി 5 മുതൽ 15 ദിവസം ഇങ്ങനെ ഇലയുടെ അടിയിലോ കമ്പുകളിലോ സ്വയം ഉണ്ടാക്കിയ പ്യൂപ്പേറിയം എന്ന ഉറയിൽ സമാധിയിലിരിക്കുന്ന അവസ്ഥയാണ് പ്യൂപ്പ. ഈ അവസ്ഥയിൽ ഒട്ടും ചലനശേഷിയില്ലാത്ത ഇവയുടെ ചില ഇനങ്ങൾ പ്യൂപ്പയ്ക്ക് അടിവയറ്റിലെ ചില ഭാഗങ്ങൾ തുടരെ ചലിപ്പിച്ച് ശത്രുക്കളെ അകറ്റാനായി ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. 1 മുതൽ 2 ആഴ്ച കഴിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തുന്ന പ്യൂപ്പെ കൂട് പൊട്ടിച്ച് മനോഹരമായി ചിത്രശലഭമായി പുറത്തുവരികയും ചെയ്യുന്നു. സാധാരണയായും ഇവ പ്യൂപ്പേറിയം പൊട്ടിച്ച് പുറത്തിറങ്ങുന്നത് പ്രഭാത സമയങ്ങളിലാണ്. ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ചിത്രശലഭമായി കണക്കാക്കപ്പെടുന്നത് ശാന്ത മഹാസമുദ്രത്തിലെ ന്യൂഗിനി ദ്വീപുകളിൽ സാധാരണ കണ്ടുവരാറുള്ള ക്യൂൻ അലക്സാണ്ട്ര ബേർഡ് വിംഗ് ബട്ടർഫ്ലൈസ് ആണ്. ഇവയുടെ വിടർത്തിവെച്ച ചിറകുകളുടെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ 28 സെന്റിമീറ്റർ ആണ് നീളമുള്ളത്. ഇവയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായി കരുതപ്പെടുന്ന ഗരുഡ ശലഭങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭങ്ങളായി കണക്കാക്കുന്നത്. 140 മുതൽ 190 മില്ലിമീറ്റർ വരെയാണ് ഇവയുടെ ചിറകളവ്. 15 മുതൽ 22 മില്ലിമീറ്റർ മാത്രം ചിറകളവ് വരുന്ന രത്നനീലി എന്ന ശലഭമാണ് ഏറ്റവും ചെറിയ ചിത്രശലഭമായി നമ്മൾ കാണുന്നത്. എന്നാൽ കിഴക്കേ ആഫ്രിക്കയിൽ കണ്ടുവരുന്ന 10 മില്ലിഗ്രാം മാത്രം ഭാരമുള്ള ഡ്വാർഫ് ബ്ലൂ ബട്ടർഫ്ലൈ ആണ് ഏറ്റവും ചെറിയ ചിത്രശലഭമായി കണക്കാക്കുന്നത്. ഇവയുടെ ചിറകളവ് 14 മില്ലിമീറ്റർ മാത്രമാണ്. കൂടാതെ ജീവിത കാലയളവ് വെറും 5 ദിവസവും. ഇന്ത്യയിൽ കൃഷ്ണശലഭം വലിപ്പത്തിൽ 2ാം സ്ഥാനവും ചുട്ടിക്കറുപ്പൻ എന്ന ശലഭം 3ാം സ്ഥാനവും അലങ്കരിക്കുന്നു. ഇന്ത്യയിൽ കൃഷ്ണശലഭം വലിപ്പത്തിൽ 2ാം സ്ഥാനവും ചുട്ടിക്കറുപ്പൻ എന്ന ശലഭം 3ാം സ്ഥാനവും അലങ്കരിക്കുന്നു. ഏകദേശം 15 കോടി വർഷങ്ങൾക്ക് മുൻപ് ആവിർഭവിച്ച നിശാശലഭങ്ങളിൽ നിന്നാണ് ചിത്രശലഭങ്ങൾ പരിണമിച്ചു വന്നത് എന്നൊരു വിശ്വാസവുമുണ്ട്. ഭക്ഷ്യശൃംഖലയിലെ ഒരു പ്രധാന ഘടകങ്ങളാണ് ഇത്തരം നിശാശലഭങ്ങളും ചിത്രശലഭങ്ങളുമൊക്കെ. പക്ഷികൾ, വവ്വാലുകൾ, മറ്റു കീടനാശിനി ജീവികൾക്കും ഇവ ഇരകളാണ്. ലെപ്പിഡോപ്റ്ററ വിഭാഗത്തിൽ തന്നെ ഏകദേശം 1,50,000 ഇനം നിശാശലഭങ്ങളും 18,000 ഇനം ചിത്രശലഭങ്ങളുമാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. നിശാശലഭങ്ങൾ എന്ന രാപ്പാറ്റകൾ രാത്രിയിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന കാണാൻ ചിത്രശലഭത്തെ പോലെയുള്ള പ്രാണിവർഗമാണ്. എന്നാൽ ഇവയെ തിരിച്ചറിയാൻ സൂക്ഷ്മമായ ഒരു നിരീക്ഷണം മാത്രം മതിയാകും. ചിത്രശലഭങ്ങളുടെ ആന്റിനെ നിവർന്ന് അറ്റം ഒരു ഗദ പോലെ ഉരുണ്ടിരിക്കുമ്പോൾ മോത്ത് അല്ലെങ്കിൽ നിശാശലഭത്തിന്റെ ആന്റിന ഫെദർ അല്ലെങ്കിൽ തൂവൽ പോലെ നിവർന്നു നിൽക്കുകയും ആൺ നിശാശലഭങ്ങളുടെ താരതമ്യേന വലിയ ആന്റിനയുമായിരിക്കും. വിശ്രമവേളകളിൽ ചിറകുകൾ ഒതുക്കിപ്പിടിച്ചിരിക്കുന്ന ബട്ടർഫ്ലൈയിൽ നിന്നും വ്യത്യസ്തമായി എപ്പോഴും ചിറകുകൾ വിടർത്തി വെക്കാറാണ് നിശാശലഭങ്ങൾ ചെയ്യുക. ചില സമയങ്ങൾ ഇവ ചിറകുകൾ കൊണ്ട് ശരീരം പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പോലെയും കാണാനാകും. ബട്ടർഫ്ലൈയുടെ ശരീരം വളരെ നേർത്തതും
മോത്തിൻ്റേതാണെങ്കിൽ രോമങ്ങൾ കൊണ്ട് നിറഞ്ഞ് തടിച്ചു വീർത്ത രൂപവുമായിരിക്കും. എന്നാൽ പതിവിന് വിപരീതമായി പകൽ സമയത്ത് കാണപ്പെടുന്ന നിശാശലഭങ്ങളാണ് വെങ്കട നീലി അല്ലെങ്കിൽ ബ്ലൂ ടൈഗർ മോത്ത് എന്നിവ. പൂമ്പാറ്റയാണ് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. പല നിശാശലഭങ്ങൾക്കും വായില്ല, കാരണം ഇവ ഈ ഘട്ടത്തിൽ ഭക്ഷണം കഴിക്കാറില്ല. പുഴുവായിരുന്ന സമയത്ത് കഴിച്ച ഭക്ഷണത്തിന്റെ ഊർജ്ജം സംരക്ഷിച്ചു വെക്കുകയും അത് യൂസ് ചെയ്ത് ജീവിക്കുന്ന ഇവ തന്റെ ഇണയെ കണ്ടെത്തി മേറ്റ് ചെയ്ത് മുട്ടയിടുന്നതുവരെ കഴിച്ചു കൂട്ടുകയും ചെയ്യുകയാണ് പതിവ്. മോത്തിന്റെ ലാർവെ അല്ലെങ്കിൽ പുഴുവിന്റെ ശരീരത്ത് രോമങ്ങൾ കൂടുതലായതിനാൽ ഇവയെ കമ്പിളിപ്പുഴു അല്ലെങ്കിൽ രോമപ്പുഴു എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ബട്ടർഫ്ലൈയുടെ പ്യൂപ്പ സ്മൂത്തും നൂലുകൊണ്ട് പ്രതലത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നതും എന്നാൽ മോത്തിന്റെ പ്യൂപ്പ നൂല് കൂട്ടിക്കെട്ടിയ പോലെയുമായിരിക്കും കാണപ്പെടുക. ഇത്തരത്തിലുള്ള സിൽക്ക് വോമിന്റെ പ്യൂപ്പയിൽ നിന്നുമാണ് സിൽക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത്തരത്തിലുള്ള രൂപവ്യത്യാസങ്ങളിലൂടെ ചിത്രശലഭങ്ങളെയും നിശാശലഭങ്ങളെയും വേർതിരിച്ചു മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ബഹുരൂപ സ്വഭാവമുള്ള ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും മറ്റു ജീവിവർഗങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനായി മറവി അല്ലെങ്കിൽ മിമിക്രി തുടങ്ങിയ പ്രവർത്തികളും കാണിക്കാറുണ്ട്. ഇവയുടെ പരിണാമഫലമായി ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ സ്വഭാവ രീതികൾ. ചിറകിന്റെ അഗ്രഭാഗം സർപ്പമുഖം പോലെ വളഞ്ഞിരിക്കുന്ന രൂപത്തിലുള്ള ഒരു നിശാശലഭമാണ് ശ്രീലങ്കൻ അറ്റ്ലസ് മോത്ത്. ഇത് ഇത്തരത്തിലുള്ള പരിണാമത്തിനൊരു ഉദാഹരണമാണ്. 106 മില്ലിമീറ്റർ മുതൽ 194 മില്ലിമീറ്റർ വരെ ചിറകളവുള്ള ഹിമാലയൻ ഗോൾഡൻ ബേർഡ് വിങ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം. 140 മുതൽ 190 മില്ലിമീറ്റർ ചിറകളവുള്ള സഹ്യാദ്രി ബേർഡ് വിങ് രണ്ടാം സ്ഥാനവും ബ്ലാക്ക് സ്പോട്ടഡ് ഗ്രാസ് ജുവൽ എന്നറിയപ്പെടുന്ന ഫ്രയേറിയ പുട്ട്ലി ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബട്ടർഫ്ലൈ. കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭം എന്നറിയപ്പെടുന്നത് ഗരുഡശലഭം എന്ന സതേൺ ബേർഡ് വിങ് ആണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഇവ കർണാടകയുടെ സംസ്ഥാന ചിത്രശലഭം കൂടിയാണ്. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭമാണ് മലബാർ ബാൻഡഡ് പീകോക്ക് എന്ന പാപ്പിലിയോ ബുദ്ധ. ഇന്ത്യയിൽ നിരവധി ചിത്രശലഭ പാർക്കുകളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ബാംഗ്ലൂരിലെ ബെന്നാർഘട്ട ബട്ടർഫ്ലൈ പാർക്ക്, കേരളത്തിലെ തെന്മല ബട്ടർഫ്ലൈ സഫാരി, ഗോവയിലെ ബട്ടർഫ്ലൈ കൺസർവേറ്റീവ് മുതലായവ. വൈവിധ്യമാർന്ന ചിത്രശലഭ ഇനങ്ങളെപ്പറ്റിയുള്ള അറിവും അവയുടെ സംരക്ഷണവും ഗവേഷണ അവസരങ്ങളും ഇത്തരം പാർക്കുകൾ വഴി ലഭ്യമാകുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്കാണ് ബാംഗ്ലൂരിലെ ബാന്നാർഘട്ട് ബട്ടർഫ്ലൈ പാർക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ഗാർഡനാണ് തൃശൂരിൽ സ്ഥിതി ചെയ്യുന്ന തുമ്പൂർ മുഴി ബട്ടർഫ്ലൈ പാർക്ക്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മല ബട്ടർഫ്ലൈ പാർക്ക്. എന്നാൽ ശാസ്ത്രലോകത്തെ പോലും ഞെട്ടിക്കുന്നൊരു സംഭവമുണ്ടായി. 2025 പ്രസിദ്ധീകരിച്ച ഒരു പ്രധാന പഠനത്തിൽ അമേരിക്കയിലുടനീളമുള്ള ചിത്രശലഭങ്ങളുടെ എണ്ണം ഗുരുതരമായി കുറഞ്ഞു വരുന്നതായി കണ്ടെത്തി. അതായത് 2000 മുതൽ 2020 വരെ 22% കുറവ് കണ്ടു. അതുപോലെ കഴിഞ്ഞ 150 വർഷത്തിനിടെ 4 ചിത്രശലഭങ്ങൾ വംശനാശം സംഭവിച്ചു കഴിഞ്ഞു. ബ്രിട്ടീഷ് ചിത്രശലഭങ്ങളിൽ 3/4 ഭാഗവും ക്ഷയിച്ചു വരികയാണ്. ഇതിന് കാരണമായി പറയുന്നത് കീടനാശിനികൾ, അവ ആശ്രയിക്കുന്ന സസ്യങ്ങളെ കൊല്ലുന്ന കളനാശിനികൾ, ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, മനുഷ്യനിർമ്മിത കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുൾപ്പെടെ വ്യാപകമായി കീടനാശിനി ഉപയോഗം തുടങ്ങിയവയുടെ അനന്തരഫലമാണെന്നാണ്. ഇത്രയുമാണ് ചിത്രശലഭങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. വീഡിയോ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ഇതുപോലെ രസകരമായ പല ടോപ്പിക്സിനെ പറ്റിയും കേരള PSC, SSC, CAS, UPSC എക്സാം സിലബസ് റിലേറ്റഡ് ടോപ്പിക്സ് പഠിക്കാനും മനസ്സിലാക്കാനുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.